ശുദ്ധജല ലഭ്യതയ്ക്കായി ജലസ്രോതസ്സുകളെല്ലാം സംരക്ഷിക്കണം എന്നതാണ് സർക്കാർ നയം. ഇത്തരം സംരക്ഷണ പദ്ധതികൾക്കായി വർഷാവർഷം തദ്ദേശ സ്ഥാപനങ്ങളടക്കം സർക്കാർ സംവിധാനങ്ങൾ കോടികൾ ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം പദ്ധതികൾ വിജയം കാണുന്നുണ്ടോ എന്നൊരു സുപ്രധാനമായ സംശയവും ചോദ്യവുമാണ്. തിരുവനന്തപുരം നഗരമധ്യത്തിൽ നവീകരണം ആഗ്രഹിക്കുന്ന ഒരു കുളമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചാരാച്ചിറ സംരക്ഷിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും ഏതാണ്ട് അത്രയും പഴക്കമുണ്ട്. ഒരുപാട് നാളുകളായി ഈ ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. റിപ്പോർട്ട് കാണാം. കാട്ടുചെടികൾ, കാട്ടുചേമ്പ്, കുളവാഴ, പായൽ, ആവശ്യത്തിന് ജനങ്ങൾ വലിച്ചെറിഞ്ഞ മാലിന്യം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശം കണ്ടാൽ ഒരു കായലെന്നോ ഉപയോഗശൂന്യമായ കൃഷിയിടമെന്നോ ഒക്കെ തോന്നാം സാധാരണക്കാരായ ജനങ്ങൾക്ക്. പക്ഷേ അതല്ല, ഇതൊരു കുളമാണ്. തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് മീറ്ററുകൾ മാത്രം ദൂരത്തുള്ള ഒരു കുളം. വർഷങ്ങളായി കാടുപിടിച്ച് മൂടിക്കിടക്കുകയാണ് ചാരാച്ചിറക്കുളം. ഈ കുളത്തിൻ്റെ കറക്റ്റായിട്ടുള്ള വിസ്തൃതി പറയുകയാണെങ്കിൽ പൂർവ്വസ്ഥിതിയിൽ ഇവിടുത്തെ പഴയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഏകദേശം 3.5 ഏക്കറോളം കുളം ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഈ നന്തൻകോട് വാർഡിൻ്റെ അഭിമാനമായിരുന്ന ഈ ചാറാച്ചിറ കുളം ഏകദേശം 10-200 കുടുംബം തന്നെ അന്നത്തെ പഴയ കാലത്ത് ഇവിടെ തുണി അലക്കുവാനും അതിൽ കൂടി അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുവാനൊക്കെ ഉപയോഗിച്ചിരുന്ന കുളമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നഗരമധ്യത്തിലെ ഈ ചാരാച്ചിറക്കുളം നവീകരിച്ച് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷനുകളും കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. മിച്ചം ചില പദ്ധതികൾ പ്രഖ്യാപിച്ച് ഉദ്ഘാടനങ്ങൾ നടത്തിയെന്നു മാത്രം. പല രാഷ്ട്രീയ പാർട്ടികളോടും ഈ കുളം നന്നാക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ലെറ്റർ അസോസിയേഷൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. MLAയ്ക്കും അതുപോലെ തന്നെ കൗൺസിലർക്കും, അന്നുണ്ടായിരുന്ന കൗൺസിലർക്കും എല്ലാവർക്കും നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ഇത് പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയും ഒന്നും ചെയ്ത് തന്നിട്ടില്ല. അപ്പം നാഥനില്ലാത്തൊരു സംഭവമായി മാറി ഈ കുളം. മുഖ്യമന്ത്രി പോകുന്ന വഴിയാണ്. കുളത്തിന്റെ 4 വശവും ആവശ്യത്തിലേറെ കയ്യേറി കഴിഞ്ഞു. മാലിന്യം വലിച്ചെറിയുന്നുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ്. ഭയങ്കര കൊതുകും പിന്നെ ഇഴജന്തുക്കളാണ് കൂടുതൽ. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം എല്ലാം ഉണ്ട്. എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. അടിയന്തരമായിട്ട് ഒരു ഇടപെടൽ വേണം. നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ട് ഇതിൽ ബോട്ട് സർവീസോ അതുപോലെയുള്ള കൊച്ചുങ്ങൾക്കൊക്കെ കളിക്കുവാനുള്ള കളിക്കോപ്പുകളൊക്കെ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സജ്ജീകരണത്തോടു കൂടിയൊക്കെ ഈ കുളം നവീകരിച്ചെടുക്കണം എന്നുള്ളതാണ്. ഇപ്പം വൈകിട്ടൊക്കെ ആൾക്കാർക്ക് ഇത് നടക്കാനും കാറ്റ് കൊള്ളുവാനും ഒക്കെ വന്നിരിക്കാമല്ലോ. തിരുവനന്തപുരം നഗരസഭാ കാര്യാലയത്തിൽ നിന്ന് നോക്കിയാൽ കാണാവുന്നത്ര ദൂരം മാത്രമാണ് ചാരാച്ചിറ കുളത്തിനുള്ളത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് 100-200 മീറ്റർ ദൂരം മാത്രം. അടിയന്തരമായി കുളം നവീകരിച്ച ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ സജീവ് എന്നസിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.